ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പം നമുക്കിന്നൊരു അടിപൊളി വെറൈറ്റി തോരൻ ഉണ്ടാക്കിയാലോ. അപ്പം ഞാൻ ഇന്ന് പാവയ്ക്കയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടൊരു തോരനാണ് ഉണ്ടാക്കണത് കേട്ടോ. നല്ല അടിപൊളി തോരനായിരുന്നു. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോട്ടോ. തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാവയ്ക്ക അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടെ 300 ഗ്രാം പാവയ്ക്കാണ് അരിഞ്ഞെടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട്. പിന്നെ നമുക്കൊരു മീഡിയം സൈസ് സവോളയും കൂടി ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. പാവയ്ക്ക നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങും കൂടി നല്ലപോലെ അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഒരു മീഡിയം സൈസ് സവാളയും കൂടി നല്ല ചെറുതായിട്ട് തന്നെ കുനുകുനയെന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. എന്നിട്ടൊരു 4-5 കാന്താരി മുളകും കൂടി ചേർക്കണം അതിൻ്റെ കൂടെ. അത് നടുവ് ഇങ്ങനെ കീറിയിട്ടാൽ മതി, അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞു പോവുള്ളൂ വേവിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ എൻ്റെ കത്തിക്ക് നല്ല മൂർച്ചയുള്ള കത്തിയാണ്. അപ്പം കയ്യറൊക്കെ ഇട്ടിട്ട് അരിഞ്ഞില്ലെങ്കിൽ നല്ല പണി കിട്ടും. അപ്പോൾ നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മുഴുവനും പരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ല ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കടുക് നല്ല പൊട്ടിയതിന് ശേഷം നമുക്ക് ഒരു സ്പൂണ് അരി ഇട്ട് കൊടുക്കാം. അരി ഞാൻ തോരനിലൊക്കെ ഇടുന്നതാണ്. അപ്പോൾ തോരനിൽ അരിയിട്ട് പൊരിച്ചെടുക്കുമ്പോൾ തോരന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു സ്പൂണ് അരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നല്ല ഇങ്ങനെ പൊരിച്ചെടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചക്കറികൾ ഇട്ടത് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഞാനിവിടെ പച്ചക്കറികൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾ മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനൊരു ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ടൊരു ചെറിയ മീഡിയം തീയിൽ വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി വേവിച്ചെടുത്താൽ മതി. പിന്നെ നമ്മളിപ്പോൾ തോരനായതുകൊണ്ട് നമുക്കിതിലേക്ക് ഇനി കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനത് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മുറി തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തോരനിൽ നിറയെ തേങ്ങ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്, ചേർത്ത് കൊടുക്കാം. അപ്പോൾ നടുക്ക് ഇങ്ങനെ ചെറിയൊരു കുഴി പോലെ ആക്കിയിട്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഈ തോരൻ്റെ തന്നെ എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങനെ കുറച്ച് ഇങ്ങനെ തേങ്ങയുടെ മേലിലേക്ക് ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ എന്താ പറയുക വേവിച്ചെടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങയിലേക്ക് നല്ല ആവി കയറിയിട്ട് തേങ്ങയും നല്ലപോലെ വെന്ത് കിട്ടും തോരൻ വയ്ക്കുമ്പോൾ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഏകദേശം വെന്തോന്നൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഒരു 60% ഇപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കിയിട്ട് ഒന്നും കൂടി ഉപ്പൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ഒന്നും കൂടി നമുക്ക് അടച്ച് വെച്ചിട്ട് ബാക്കിയും കൂടി വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനതൊന്നും കൂടി കൂട്ടിയിട്ട് എല്ലാം യോജിപ്പിച്ച് ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി വേവിക്കാൻ പോവാണ്. അപ്പം നമുക്കൊന്നും കൂടി അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ തോരൻ ഏകദേശം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നും കൂടി ഇളക്കിയൊക്കെ യോജിപ്പിച്ച് വേവ് കറക്റ്റാണോ എന്ന് നോക്കി നോക്കാം.
അപ്പോൾ ഏകദേശം വേവൊക്കെ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള പാവയ്ക്കും പിന്നെ ഉരുളക്കിഴങ്ങും കൂടെയുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു തോരനായിരുന്നു. പാവയ്ക്കയുടെ കയ്പൊന്നും അങ്ങനെ അറിയണില്ല. നല്ലൊരു തോരനായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ, അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ എൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്കൊക്കെ പറയുക. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക.